എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. അപ്പൊ രാവിലെ തന്നെ ഞാൻ എൻ്റെ ജോലിയൊക്കെ ഒന്ന് ഒതുക്കി വെക്കാന്ന് കരുതിയിട്ട് ചോറിന് റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു മൺചട്ടിയിലേക്ക് ഏകദേശം ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5-6 കൊടംപുളി ഇതാ എടുത്തതാണ്. അപ്പൊ അതും കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാണ്. അപ്പൊ അത് നല്ലതുപോലെ തിളയ്ക്കുന്ന സമയത്ത് ഞാനിവിടെ അരപ്പ് തയ്യാറാക്കണം. അപ്പൊ ഞാൻ തേങ്ങ ഫ്രീസറിലാണ് സൂക്ഷിക്കണത്. അപ്പൊ ആവശ്യത്തിന് ഞാൻ എടുത്തിട്ട് മൈക്രോവേവിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക, അത്ര തന്നെ. പിന്നെ ചുവന്നുള്ളിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടിയിട്ട് ഒന്ന് കറക്കിയെടുക്കും. അപ്പൊ ഞാൻ എപ്പോഴും ഇതുപോലെയാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. ഇതുപോലെ ഒന്ന് കറക്കി എടുത്ത ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഇത് അരച്ചെടുക്കും. അപ്പൊ മഷി പോലെ ഞാൻ അരച്ചെടുക്കത്തില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മീൻകറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവത്തില്ല. എന്നിട്ട് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ പല രീതിയിലാണ് മീൻകറി തയ്യാറാക്കണം. ഇന്നിപ്പോ പുളി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ആ പുളി ഒന്ന് തിളപ്പിച്ചെടുത്തത്. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് എല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ ഓരോ പ്രാവശ്യവും ഞാൻ എന്ത് വെറൈറ്റി ഉണ്ടാക്കാം, അതായത് കറികളിൽ എന്ത് വെറൈറ്റി ഉണ്ടാക്കാം എന്ന് ചിന്തിച്ചാണ് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പൊ പച്ചമുളക് ഞാൻ ഇങ്ങനെ മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാണ്. അപ്പൊ കാശ്മീരി ചില്ലി ആകുമ്പോൾ അത്ര എരിവ് ഉണ്ടാവത്തില്ല. ഈ പച്ചമുളകിന്റെ എരിവും കൂടെ ആകുമ്പോൾ പാകത്തിനുള്ള എരിവ് നമുക്ക് കിട്ടും. അപ്പൊ അയല മീനാണ് ഉണ്ടായിരുന്നത്. അപ്പൊ നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം കട്ട് ചെയ്ത് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇനിയിപ്പൊ ഇത് മൂടി വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം ഇതിലേക്ക് ഞാനിതാ കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാണ് കേട്ടോ. മീൻകറി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഞാൻ മറ്റൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതാ കടുകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാണ്. ശരിക്കും കറിവേപ്പിലയുടെ ആവശ്യമില്ല, ഞാൻ പിന്നെ എല്ലാത്തിനും ഇടുന്നോണ്ട് ഇടുന്നതേ ഉള്ളൂ. പിന്നെ മുരിങ്ങയില കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. കർക്കിടക മാസത്തില് മുരിങ്ങയില കഴിച്ചു കഴിഞ്ഞാൽ അതില് അങ്ങനെ കഴിക്കത്തില്ല, അതില് പോയിസൺ ഒക്കെ വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എനിക്ക് എത്രത്തോളം അതിന്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പൊ ഞാൻ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ നിങ്ങൾ അറിയുന്നവര് കമന്റ് ചെയ്യുക. ഇപ്പൊ അറിയാത്തവർക്കും കൂടി അങ്ങനെ ഒരു കാര്യം അറിയാൻ പറ്റുമല്ലോ. അപ്പൊ ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും ഇട്ട ശേഷം എളുപ്പത്തിന് വേണ്ടിയിട്ട് തേങ്ങ ഇതുപോലെ ഒരു 2 കൈപ്പിടി ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണേട്ടാ. പിന്നെ ചെറിയ ജീരകത്തിന്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കും. അപ്പൊ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മുരിങ്ങയില തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ സംഭവം എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലര് ആദ്യം തന്നെ ചേർക്കും. ഞാനിപ്പോ ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 5-6 വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കും കേട്ടോ. മുരിങ്ങയില ഇലവർഗം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇത് കിടന്ന് വെന്ത് വരേണ്ട ആവശ്യമില്ല. ഇത്രയും മാത്രം ആയാൽ മതി. അപ്പൊ നമ്മളുടെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മുരിങ്ങയില തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ റെഡിയായപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ഓർത്തത് ഞങ്ങൾക്ക് ഇന്നൊരു കല്യാണം ഉള്ളതാണ് കേട്ടോ. സത്യം പറഞ്ഞ അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ മതി. ഞങ്ങൾ രണ്ടുപേരും ഇന്ന് കല്യാണമുള്ള കാര്യം മറന്നുപോയി. പിന്നെ പെട്ടെന്ന് ഞാൻ സർക്കടുത്തെന്ന് പറഞ്ഞ് ഇന്ന് നമുക്ക് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടിന്റെ മോന്റെ കല്യാണമാണ് കേട്ടോ. അപ്പോ അതിലുപരി നമ്മുടെ സൽമാന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് ആ മോൻ. പുള്ളിക്കാരൻ ഇപ്പൊ ഡോക്ടറാണ്. കല്യാണം കഴിക്കുന്ന ആ മോളും ഡോക്ടറാണ്. മലയാളിയല്ല കേട്ടോ, നോർത്ത് ഇന്ത്യൻ ആണ്. അങ്ങനെ ഞാൻ നിസാർക്കയും പെട്ടെന്ന് റെഡിയായാണ് ഇപ്പൊ കല്യാണ ഹാളിൽ എത്തിയപ്പോ കറക്റ്റ് ടൈം തന്നെ ആയിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി വീടിന് അടുത്താണ് ഹാള്. പക്ഷെ ഞങ്ങൾ ഇറങ്ങാൻ നേരം നല്ല മഴയായിരുന്നു കേട്ടോ. ആ ഒരു പ്രശ്നം ഒഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറയായിരുന്നു റബ്ബേ മറന്നു വരുന്നെങ്കിൽ. കാരണം നമ്മളുടെ വീട്ടിലെ ഈ ഒരു കല്യാണ തിരക്കും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പല ജാതി തിരക്കുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇപ്പം ഈ ഒരു കാര്യം പെട്ടെന്ന് അങ്ങ് വിട്ടുപോയത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമല്ല, നമ്മളിലൊക്കെ പലർക്കും ഇതുപോലെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം അല്ലേ? അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ, കമന്റ് ചെയ്യണേ. അപ്പൊ എന്തായാലും അടുത്ത് തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത് തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റി. അപ്പൊ അവിടെ എത്തിയപ്പോഴേക്ക് അവരുടെ കറക്റ്റ് ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനെ കല്യാണത്തിനൊക്കെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഓരോ കല്യാണത്തിന് പോകുമ്പോഴും ഓരോരോ രീതികൾ, ഓരോരോ അനുഭവങ്ങളല്ലേ. അപ്പൊ ഇതൊക്കെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ആസ്വദിക്കുന്ന ഒരാൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ കല്യാണത്തിന് എത്തുന്നവരുടെ ഡ്രസ്സിങ്, പിന്നെ അവരുടെ ആ ഒരു ഓരോരോ ഫങ്ഷനുകൾ, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കല്യാണമായിരുന്നു.
അപ്പൊ ദാ ആ ചടങ്ങൊക്കെ നടക്കുകയാണ്. ഞാനാണെങ്കിൽ ഇങ്ങനെ കല്യാണങ്ങൾക്കൊക്കെ പോയാലും സ്റ്റേജ് ഡെക്കറേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നോക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതില് നമ്മൾ ഈ ചില കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോഴേക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഓഡിയൻസിന്റെ ആ ഒരു സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തീരെയും കാണാൻ പറ്റത്തില്ല അല്ലെ. ഈ ക്യാമറാമാൻമാർ വന്ന് ഫ്രണ്ടിൽ അങ്ങ് നിറഞ്ഞു നിൽക്കും. പക്ഷെ ഇതിൽ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോഴിപ്പോഴുള്ള കല്യാണങ്ങൾക്കൊക്കെ എല്ലാവരും അത് എടുത്ത് പറയും തോന്നുന്നു ക്യാമറമാൻമാരെടുത്ത്. കാരണം ബാക്കിയുള്ളവർക്കും കൂടി ആ വിഷ്വൽ കാണണമല്ലോ. അപ്പൊ ഇവരിങ്ങനെ നിറഞ്ഞിരിക്കുമ്പോഴേക്ക് തീരെയും കാണാൻ പറ്റത്തില്ല. അപ്പൊ അടുത്തത് സദ്യയുടെ ആ ഒരു ഇതാണ്. അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്ന കാര്യം ഇത് തന്നെയാണ് കേട്ടോ, ആഹാരം. അതില് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും അറിയാലോ, എനിക്കിങ്ങനെ ഈ സദ്യയോടാണ് ഭ്രമം കൂടുതൽ. ഏത് കല്യാണത്തിന് ചെന്നാലും ഞാൻ സദ്യയെ ചൂസ് ചെയ്യാറുള്ളൂ. പിന്നെ നിസാറിക്ക ചില സമയങ്ങളിൽ ഇങ്ങനെ വിളിക്കുമ്പോൾ മാത്രം അങ്ങനെ ബിരിയാണി കഴിക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഇതിപ്പം നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. നല്ല വലിയ ഇലയിൽ തന്നെയാണ് അവര് വിളമ്പുന്നത്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ എല്ലാവരുടെ ഇങ്ങനെ മുൻവശത്തും ഇരിക്കുന്ന ഇലകൾ വരെ ശ്രദ്ധിച്ചു. അപ്പൊ ഇലകളെല്ലാം നല്ല വലിപ്പമുള്ളതും അതിലിങ്ങനെ എന്ത് പറയാൻ നല്ല ചൂടോട് കൂടിയിട്ടുള്ള ഭക്ഷണമായിരുന്നു. അപ്പം നമ്മൾക്ക് എല്ലായിടത്തും ചെന്നാലും ചിലപ്പം ഇങ്ങനെയുള്ള ഭക്ഷണം കിട്ടിയെന്ന് വരത്തില്ല. പക്ഷെ ഇത് നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. പായസവും ബോളിയും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഈ ബോളിയും പായസവും ഒക്കെ കഴിക്കുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇതുപോലെ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാല് നമ്മള് ഒരു സദ്യ കഴിച്ചു കഴിയുമ്പോഴേക്ക് നമ്മുടെ വയറങ്ങ് ഫുള്ളാവും എന്നുള്ളതാണ് വാസ്തവം കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഏത് കല്യാണത്തിന് പോയി കഴിഞ്ഞാലും ഞാൻ ആദ്യം മുതൽ അവസാനം വരെ വിളമ്പുന്ന സംഭവങ്ങളെല്ലാം ടേസ്റ്റ് ചെയ്തിരിക്കും. അങ്ങനെ ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നപ്പോഴേക്ക് ഇവിടെ ഫോട്ടോ സെഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും നിന്ന് ഫോട്ടോസും ഒക്കെ എടുക്കാണ്. ഇതൊക്കെ നല്ല ഒരു സ്വീറ്റ് മെമ്മറീസ് തന്നെയാണ്. ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോ ജസ്റ്റ് ഇങ്ങനെ നിന്ന് എടുത്താലും അത് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് അവരുടെ ആൽബങ്ങളിലൂടെയൊക്കെ ഇതൊക്കെ കാണുമ്പോ തന്നെ നല്ല ഒരു നൊസ്റ്റാൾജിയാണ് അല്ലേ. അപ്പോ ഇതൊക്കെ കഴിഞ്ഞപ്പോ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് കണ്ടോ നല്ല വെയില്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പൊ വൈകുന്നേരം ആയപ്പോഴേക്ക് ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ എനിക്ക് വേണ്ട 1-2 കാര്യങ്ങളൊക്കെ വാങ്ങിക്കേണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഞാൻ ചെരുപ്പ് ഒന്ന് നോക്കുവാണ്. എന്റെ അളവിന് ചെരുപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. കുറച്ച് വലിപ്പമുള്ള കാലമായതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പ് കിട്ടാൻ വലിയ പ്രയാസമാണ്. അപ്പൊ ഇന്നിപ്പം ഇവിടെ നിന്ന് എനിക്കൊരു ചെരുപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ എന്തായാലും വാങ്ങിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം ഒരുപാട് വിശേഷങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പൊ ഇന്ന് അതും കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെന്തി ആയി പോകും കേട്ടോ. അപ്പൊ ആ വരുന്ന എപ്പിസോഡിൽ ഞാൻ ആ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ ചാനൽ കണ്ടോണ്ടിരിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുതേ. അടുത്ത നമുക്ക് നല്ല റെസിപ്പിയോ വ്ളോഗോ ആയിട്ടൊക്കെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.